ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% നികുതി ചുമത്തൽ അതിപ്പോൾ വലിയ ചർച്ചയാണ്. അതിൽ കാണുന്ന പ്രധാനപ്പെട്ട വാദമാണ് ഇത് ഇന്ത്യക്ക് ദോഷം ചെയ്യില്ല, ഇത് അമേരിക്കക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളത്. ഈ വാദത്തെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഈ വാദം പറയുന്നത് ആരാധന ഷിബിലിക്കറിയാം. രാഷ്ട്രീയ അന്ധത ബാധിച്ച, രാഷ്ട്രീയ തിമിരം ബാധിച്ച കുറേ വിഡ്ഢികളാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഷിബിലി അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് പുള്ളിനോട് ട്രംപിനൊരു മെയിലെങ്കിലും ചെയ്യാൻ പാടില്ലേ? പ്ലീസ് 50 എന്നുള്ളത് 100 ആക്കും. അല്ലെങ്കിൽ എല്ലാവരും കൂടി തുള്ളിച്ചാടി സന്തോഷിക്കാൻ പാടില്ലേ? ഷിബിലി 2 ദിവസം കൊണ്ട് ഷെയർ മാർക്കറ്റിൽ വന്നേക്കണത് 5 ലക്ഷം ഡോളറിൻ്റെ നഷ്ടമാണ് വന്നേക്കണത്. മനസ്സിലായോ? അപ്പം ഇതൊക്കെ വെറുതെ അമേരിക്ക ഈ കിടുങ്ങും, ട്രംപ് കണ്ടം വഴി ഓടിക്കളയും, ഇന്ത്യ ഓണാണോടാ കളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറും ഇക്കണോമിക്സ് ഒന്നും അറിയാത്ത ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പറയുന്ന ആളുകൾ ഷിബിലി അറിയേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? ഇന്ത്യയുടെ ഇക്കോണമിയുടെ സൈസ് എത്രയാണെന്നറിയോ? നമ്മൾ 4th ലാർജസ്റ്റ് ഇക്കോണമിയാണ്, ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ അതിൻ്റെ സൈസ് എത്രയാണെന്നറിയോ? 3.68 ട്രില്യൺ ഇക്കോണമിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 5 ട്രില്യണിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അത് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ എത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ 3.568 ട്രില്യണാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 3.6 ട്രില്യൺ എന്ന് പറയാം സിമ്പിളായിട്ട്. ആ എക്കോണമിയാണ് ഇന്ത്യയുടേത് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി തൊട്ട് മുകളിൽ നിൽക്കുന്ന ജപ്പാൻ്റെ എക്കോണമി എത്രയാണെന്നറിയോ? അത് 4.2 ട്രില്യണാണ്. 4.2 ട്രില്യൺ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ജർമ്മനിയുടെ എന്ന് പറയുന്നത് ഏതാണ്ട് 4.52 ട്രില്യണാണ്. ഓക്കെ. ഇനി ചൈനയുടെ ഇക്കോണമി എത്രയാണെന്നറിയോ? 17.8 ട്രില്യണാണ്. ചൈന വലിയ രാജ്യമാണല്ലോ. 17.8 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയേക്കാൾ 5 ഇരട്ടിയിലധികം വലുതാണ് ആര്? ചൈന. ഇനി അടുത്തതാണ് ഷിബിലി, നമ്മൾ കണ്ടം വഴി ഓടും പേടിച്ചോടും എന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ ഇക്കോണമി എത്ര സൈസ് എത്രയെന്നറിയോ? 27.7 ട്രില്യണാണ്. എത്ര? 27.7 ട്രില്യൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഇക്കോണമിയുടെ അതേ സൈസ്, GDPയുടെ സൈസ് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോലും ബാക്കി 24 ട്രില്യൺ ഉണ്ട്. 24 ട്രില്യൺ എന്നാൽ പോലും ശരിക്കും ചൈനയുടെ ഇക്കോണമി ആയിട്ട് നോക്കിയാൽ ചൈനയേക്കാൾ ഏതാണ്ട് 10 ട്രില്യൺ, അതായത് നമ്മുടെ ഇക്കോണമിയുടെ 3 സൈസ് വലുതാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം അമേരിക്ക നമ്മൾ ഏതാണ്ട് അങ്ങോട്ട് ടാക്സ് ഇമ്പോസ് ചെയ്താൽ ഇവിടെ കൊക്കോ കോളക്കും ബർഗറും ഒക്കെ വിൽക്കണ്ടെന്ന് പറഞ്ഞാൽ, KFCയും അതുപോലെ തന്നെ മക്ഡൊണാൾഡും ഒക്കെ വിൽക്കണ്ടെന്ന് പറഞ്ഞാൽ കണ്ടം വഴി ഓടിക്കളയോ എന്നൊക്കെ പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണോ പറഞ്ഞാൽ വിഡ്ഢികളെന്നാണോ എന്ന് തല്ലും. അതുകൊണ്ട് ഞാൻ അതുപോലും പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള മണ്ടത്തരമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്ഡൊണാൾഡിൻ്റെയും അതുപോലെ തന്നെ KFCയുടെയും ഒക്കെ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ്റെയും ഒക്കെ വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമാണ് ഇന്ത്യൻ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അവർക്ക് ഉള്ളത്. KFCയുടെ മാത്രം 20,000-ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ എത്ര എണ്ണം ഇന്ത്യയിലുണ്ട്? ബിസിനസ്സിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണ. ഇവിടെ മുത്തൂറ്റ്, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. മുത്തൂറ്റിൻ്റെ വലിയ സമരം നടന്നല്ലോ. മുത്തൂറ്റിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ സമരം നടക്കുകയും അതിൻ്റെ ചെയർമാൻ തന്നെ റോട്ടിൽ വന്ന് കുത്തിയിരിക്കുകയൊക്കെ ചെയ്ത് എറണാകുളത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ മുത്തൂറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മുത്തൂറ്റ് ആ മുത്തൂറ്റിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4,000-ലധികം ബ്രാഞ്ചുകളുണ്ട് ഇന്ത്യ മൊത്തം. അവർ കേരളത്തിലുള്ള 10,500 ബ്രാഞ്ചുകൾ പൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്താ കാര്യമെന്ന് അറിയാമോ? കേരളത്തിൽ നിന്ന് പെർ ബ്രാഞ്ച് അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏതാണ്ട് പെർ ഡേ 4 ലക്ഷം രൂപയുടെ റവന്യൂ ആണ്. ഓക്കെ. അതേസമയം കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് 9 ലക്ഷമാണ്. അപ്പോൾ അവർക്ക് ഇവിടെ സമരം ചെയ്യലും തലവേദനയും CETക്കാരുടെ ഗുസ്തിയൊന്നും വേണ്ടെന്നവർ വിചാരിക്കും. എന്ന് പറയുന്ന പോലെ ട്രംപ് ഇതങ്ങോട്ട് പൂട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. ഇനി നമ്മൾ അങ്ങോട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യാനാണ് പോണേന്നുണ്ടെങ്കിൽ അവിടെ 34 കോടി ജനസംഖ്യയുള്ളൂ. ചില സംഖ്യകളൊക്കെ ഇരുന്ന് പറയുന്നത് ഉത്തർപ്രദേശ് തന്നെ 20 കോടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയും കൂടി കൂട്ടിയാൽ അത്രയും വരുന്ന ജനസംഖ്യ അവിടെ ഉള്ളൂ. ജനസംഖ്യ അത്രേ ഉള്ളൂ. പക്ഷെ അവരുടെ പർച്ചേസിങ് പവർ, ബൈയിങ് കപ്പാസിറ്റി വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യ ഒക്കെ എന്തെങ്കിലും അമേരിക്കക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ താരിഫ് ഏർപ്പെടുത്തുമ്പോൾ ഇന്ത്യയെ പോലെയുള്ള ചീപ്പായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നിട്ട് നിരവധി കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും. പക്ഷെ അതിനും ട്രംപ് ഒരു പണി ചെയ്തിട്ടുണ്ട്. കാരണം ട്രംപ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഏതാണ്ട് 30-35% സാധനങ്ങൾക്ക് ഒരു ടാക്സും ട്രംപ് ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. മനസ്സിലായോ?
കഴിഞ്ഞ 2-ാം തീയതി ഒരു മറ്റേ ഓർഡർ ഇറങ്ങി, അതിന് അമെൻഡ് ചെയ്തുകൊണ്ട് പുള്ളി 11-ാം തീയതി ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഡറുകളിലൂടെ നിരവധി എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് അവർ തീരുവ ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ മൊത്തത്തിൽ അമേരിക്കൻ ഇക്കോണമിയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വിലക്കയറ്റം കൂടുകയാണ്, അതുപോലെ 40% പല കാര്യങ്ങൾക്ക് വിലക്കയറ്റം കൂടുകയാണ്. നേരത്തെ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ ട്രംപ് വരാൻ പോലും കാര്യമായത് വാടക നിരക്ക് കൂടുകയായിരുന്നു, വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇക്കോണമിക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാര്യം ഏതാണ്ട് 60ഓളം രാജ്യങ്ങളിൽ ട്രംപ് കൊണ്ടുപോയിട്ട് ഈ ടാക്സ് ഇമ്പോസ് ചെയ്തത് അടക്കം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ള ഒരു രാജ്യമാണ് ട്രേഡ് ചെയ്യുന്നതിൽ അമേരിക്ക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $40 ബില്യൺ ട്രേഡ് സർപ്ലസ് ആണ് ഉള്ളത്. ഞാൻ പറയുന്നത് നമ്മൾ മറ്റേ സർവീസ് സെക്ടറെ കൂടെ മാറ്റിവെച്ച് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസിൻ്റെ കാര്യത്തിൽ മാത്രം. ഇവിടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്ന കാര്യമാണ് ഷിബിലി. ആ സമയത്ത് ഇവരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല അമേരിക്ക ഒരു പാഠം പഠിക്കുന്ന ആര് വെറും മണ്ടത്തരാണ്. പ്രഖ്യാപിച്ചുമായി ബന്ധപ്പെട്ട് കുറേ ഇൻഡസ്ട്രികൾക്ക് ബാധിക്കുമെന്നും തൊഴിൽ മേഖലയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞു. അതിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ ഇന്ത്യക്കല്ലാതെ വേറെ ആർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ളത്? നിരവധി രാജ്യങ്ങളുണ്ട് ഷിബിലി. അപ്പം അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമ്മൾ ഈ വീഡിയോയുടെ ദൈർഘ്യം ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് ബ്രസീലാണ്. ബ്രസീലിൽ ഇതുപോലെ തന്നെ 50% തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യക്ക് പ്രഖ്യാപിച്ച 25% തീരുവ, 25% പുള്ളി പെനാൽറ്റിയാണ് പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പല പ്രൊഡക്റ്റുകൾക്കും ഏതാണ്ട് ഒരു 59-60% വരെയൊക്കെ വരും, അല്ലെങ്കിൽ 60% കൂടുതൽ പോകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഇവർ 1.5 മുതൽ 6% വരെയുള്ള തീരുവ നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇതും കൂടി പ്രഖ്യാപിച്ചേക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ചിലതിനൊക്കെ 59, ചിലതിനൊക്കെ 60, 61 വരെയൊക്കെ വേണമെങ്കിൽ പോകുന്ന മേഖലകളുണ്ട്. അപ്പോൾ അതിൽ രാജ്യങ്ങളിലേക്ക് വന്നാൽ ബ്രസീലാണ്. ഈ ബ്രസീലിന് തീരുവ ചുമത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബ്രസീലിൽ നേരത്തെ ഒരു അതിൻ്റെ തലവനുണ്ടായിരുന്നു, ഹെഡ്, അയാളെ ബോൾസനാരോ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ ബോൾസനാരോ എന്ന് പറയുന്ന ആൾ വലിയ കൊമേഡിയനാണ്. കാരണം അദ്ദേഹം കോവിഡ് വന്നപ്പോൾ തന്നെ മറ്റേ മാസ്ക് വെച്ചിട്ട് അദ്ദേഹം പത്രക്കാരെ കാണാൻ വേണ്ടി മാസ്ക് വെച്ചിട്ട് വരും. എന്നിട്ട് അദ്ദേഹം മാസ്ക് ഊരിയിട്ട് വർത്താനം പറഞ്ഞിട്ട് മാസ്ക് പിന്നെയും വെക്കും, മനസ്സിലായ? അതുപോലെ അവിടെ കോവിഡിനൊക്കെ നേരിടുന്നതിൽ വലിയ തലവേദന ഉണ്ടാക്കിയ ഒരാളാണ്. വലിയ അഴിമതി കേസിൽ ഇപ്പോൾ അദ്ദേഹം പെട്ടിരിക്കുകയാണ്. ആ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലിൽ പ്രത്യേക കഫ്, അതായത് മറ്റേ ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള കഫ് ഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജ്യം വിട്ട് ഓടിപ്പോകാതിരിക്കാനാണ്, മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിനെ ശിക്ഷിക്കരുത് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു ആവശ്യം. അതിനുവേണ്ടി അവർക്ക് 50% പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ചില വിചിത്രമായ രാജ്യങ്ങൾക്ക് വേണ്ടിയും ഇതുപോലെ തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപ് വെളിവില്ലാത്ത പെരുമാറ്റങ്ങളാണ്. ഇപ്പോൾ സിറിയക്ക് വേണ്ടി ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിറിയയിൽ നിന്ന് ട്രംപ് എന്ത് കച്ചവടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല. വളരെ ചെറിയൊരു തീരുമാനമാണ്. പിന്നെ മ്യാൻമറിൽ 40% ഉണ്ട്. മ്യാൻമർ പിന്നെ അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ആയുധങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. 40%-ഓളം ഉണ്ട്. പിന്നെ ലാവോസ് 40% ഉണ്ട്. ലാവോസ് ഒക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു നഗരമാണ്. പിന്നെ അതല്ലാതെ ഉള്ളത് ഷിബിലി സ്വിറ്റ്സർലൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൻ്റെ 39% താരിഫാണ് ട്രംപ് ആകെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കാരിൻ കെല്ലർ സട്ടർ എന്ന് പറയുന്ന ഒരു ലേഡി 2.5 ദിവസം അമേരിക്കയിൽ പോയി ഈ പറയുന്ന ട്രംപിനെ കാണാൻ. ട്രംപ് കാണാൻ സമയം കൊടുത്തില്ല. ട്രംപ് കടുത്ത നടപടികളുമായിട്ട് പോകണം. ട്രംപ് കാണാൻ സമയം കൊടുത്തില്ല. അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിസ്റ്ററുടെ റോളല്ല, ഒരു സഹമന്ത്രിയുടെ ഒക്കെ റോളല്ല, ഒരു സെക്രട്ടറിയെ കണ്ട് ഇവർ സംസാരിച്ചിട്ട് ഇവർക്ക് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനാണ് ഈ പറയുന്ന നമുക്ക് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന മറ്റ് ചില രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻസും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, മേടിക്കുന്നില്ല. ഇനി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യ ഓയിൽ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരൊക്കെ വെരി ഗുഡ്, നമ്മൾ കുറഞ്ഞ വിലക്ക് ഓയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു $80 ഉള്ളപ്പോൾ $60 ബാരലിലൊക്കെ അവിടെ നിന്ന് കുറഞ്ഞ് എന്ത് ചെയ്യുന്നത് ഈ റഷ്യയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ ഗുണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നത് ഇവിടുത്തെ എണ്ണ പ്രോസസ്സ് ചെയ്ത് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്കാണ്. അതിൽ പ്രധാനപ്പെട്ടത് റിലയൻസ് അടക്കമുള്ള നിരവധി കമ്പനികൾക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. കാരണം അവർ ഇവിടെ നിന്ന് എണ്ണ പ്രോസസ്സ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അമേരിക്ക ഈ പറയുന്ന സംഖ്യകളൊക്കെ തന്നെ അമേരിക്ക പോടാ പുല്ലെന്ന് നമ്മൾ പറയാം, അമേരിക്കക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയ വിലക്ക് ഓയിൽ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടും. ഇന്ത്യയുടെ ഓയിലിൻ്റെ ഇപ്പം ഈ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ 37% നമ്മൾ മേടിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. പക്ഷേ നമ്മൾ അവിടെ നിന്ന് മേടിക്കാതെ കുറച്ച് ഓയിൽ നമ്മൾ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. കാരണം അമേരിക്ക ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇപ്പോൾ,
അപ്പോൾ അവിടെ നമ്മൾ മേടിക്കുന്നുണ്ട് എന്ത് ഈ പറയുന്ന പ്രശ്നം ഒഴിവാക്കാൻ. കാരണം ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ആ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് $40 ബില്യൺ. അപ്പോൾ അതിലൊരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. ഇതാണ് രാജ്യങ്ങളുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഷിബിലി. ഓക്കെ സാറേ, ഇപ്പം നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ ഇൻഡസ്ട്രിയെ, ഏതൊക്കെ തൊഴിൽ മേഖലയെ ഇത് ബാധിക്കുന്നതാണ് കണക്കാക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ബിഗ് ഹിറ്റഡ് ആയിട്ടുള്ള തൊഴിൽ മേഖലകളുണ്ട്. അതെന്ന് പറയുന്നത് ഷിബിലി അറിയേണ്ടത്, ഏറ്റവും ബാധിക്കാൻ പോകുന്നത് ഡയമണ്ട്, ജ്വല്ലറി, ഗോൾഡ്, ജെംസ്, ഇതിൻ്റെയൊക്കെ ജ്വല്ലറികൾ നമ്മൾ പുറത്തുനിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് നമ്മളത് ഫിനിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു $10 ബില്യൺ എക്സ്പോർട്ട് വരും. $10 ബില്യൺ വലിയ വരുമാനമാണ്. അതായത് നമ്മുടെ 86 ബില്യണിലുള്ളതിൽ 10 ബില്യൺ ഇതാണ്. ആ 10 ബില്യൺ എന്ന് പറഞ്ഞാൽ മെയിൻലി അതിൻ്റെ വർക്കുകൾ നടക്കുന്നത് ഗുജറാത്തിലൊക്കെയാണ്. ഗുജറാത്തിലൊക്കെ നിങ്ങൾ അറിയേണ്ടത് കുടിൽ വ്യവസായം പോലെ നടക്കുന്ന വർക്കുകളാണ്. ഓക്കെ, മറ്റു വലിയ കമ്പനികളൊക്കെ ഉണ്ട്. പണ്ട് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, അവിടെ നിന്നുള്ളൊരു പയ്യൻ നമ്മുടെ കേരളത്തിൽ വന്ന് ബേക്കറിയിൽ നിന്ന് ബിസിനസ് പഠിക്കാൻ സാധാരണ ജോലിക്കാരനായിട്ട് വന്നിട്ട് പോയത്. അവരൊക്കെ അവിടെ വലിയ തോതിൽ ഡയമണ്ട് കമ്പനി നടത്തുന്ന ആളായിരുന്നു ആ പയ്യൻ്റെ അച്ഛൻ. എന്നിട്ട് അവർ ഇവിടെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോയി. മകനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം 5000-7000 രൂപ കൊടുത്ത് എന്ത് ചെയ്തു, കേരളത്തിലേക്കൊക്കെ വിട്ടു. കാരണം തിരിച്ചു വരുമ്പോൾ നീ പണം ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് തോന്നി. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. ഈ 10 ബില്യൺ എന്ന് മാത്രമല്ല, അത് നടത്തുന്ന തൊഴിലാളികളുടെ നമ്പർ എന്ന് പറയുന്നത് 10 ലക്ഷത്തോളം വരും. അതായത് പ്രധാനമന്ത്രിയുടെയൊക്കെ ഹോം സ്റ്റേറ്റിൽ തന്നെ ഇത്തരത്തിൽ നിരവധി ജോലികൾ നഷ്ടപ്പെടും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർക്ക് ചാർത്തിയേക്കുന്നത് ഏതാണ്ട് 52.1% താരിഫ് വരും. അതായത് 2.1% നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 50% കൂടി വരുമ്പോൾ 52.1 താരിഫ് വരും. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു $3 ബില്യൺ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നതിന് നെറ്റ് വരുന്നത് 3 ബില്യൺ. അപ്പോൾ അതിനെ എല്ലാത്തിനെയും ഇത് വലിയ തോതിൽ ബാധിക്കും. പിന്നെ രണ്ടാമത് വരുന്നത് ഫാർമ, അതുപോലെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ സർജിക്കൽ കൺസ്യൂമബിൾസും ബാൻഡെയ്ഡ് ഇതുപോലെയുള്ള നിരവധി സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ തന്നെ വീണ്ടും ഒരു $10 to $12 ബില്യൺ ഇത് വരും. അതിനെയും ഇത് വല്ലാതെ ബാധിക്കും. പിന്നെ ഇത് കൂടാതെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗാർമെൻറ്റ്സ് ആണ്. ഗാർമെൻറ്റ്സിൻ്റെ കേസിൽ, അപ്പാരൽസിൻ്റെ കേസിൽ ഈ പറയുന്ന പോലെ നിറ്റ് അതുപോലെ അപ്പാരൽസ് എന്ന് പറയുന്ന അത് 2.7 ബില്യൺ ആണ്. ഇത് കൂടാതെ വുമൻ്റെ ഗാർമെൻറ്റ്സ് അടക്കം, അതായത് വുമൺ ഗാർമെൻറ്റ്സ് അടക്കമുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് 2.7 ബില്യൺ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതേതാണ്ട് 60% ഇന്ത്യയുടെ കയറ്റുമതി ചെയ്യുന്നത് നമ്മൾ US-ലേക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഷിബിലി അറിയേണ്ടത്, നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന കോയമ്പത്തൂർ മുതൽ നോർത്ത് ഇന്ത്യ വരെയുള്ള നിരവധി മില്ലുകളുടെ പ്രൊഡക്ഷനെ ഇത് ബാധിക്കും. കാരണം ഇവരെല്ലാവരും ഇപ്പം കിറ്റക്സ് ഇത് ബാധിക്കും. പക്ഷെ കിറ്റക്സ് അതിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വേറെ വിപണി കണ്ടെത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ അവർ വാൾമാർട്ടിലൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാബും ജേക്കബ് കഴിഞ്ഞ ദിവസം തന്നെ സംസാരിച്ചപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ കൂടുതൽ ഇപ്പോൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ആ ബ്രിട്ടനിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അമേരിക്കക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനേക്ക് അതിജീവിച്ചേക്കാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ ചെറിയ കോയമ്പത്തൂരിലെയും തിരുപ്പൂരിലെയും മില്ലുകൾ മുതൽ നോർത്ത് ഇന്ത്യ വരെ നീണ്ടു കിടക്കുന്ന, ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന മില്ലുകൾക്കൊന്നും ഇതിനെ അതിജീവിക്കൽ എളുപ്പം അല്ല. കാരണം അവർക്ക് ഈ 50%, 59% ടാക്സ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പോയി വിൽക്കാൻ കഴിയില്ല. കാരണം നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രികളിൽ നിന്ന് കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇത് ബാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലടക്കം ഇത് ബാധിക്കാൻ പോകുന്ന വലിയൊരു മേഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $3 ബില്യൺ എക്സ്പോർട്ട് നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സീ ഫുഡ്സ് ആണ്. നമ്മുടെ ഷ്രിമ്പ്, അതായത് ചെമ്മീൻ, അവിടെ വലിയ തോതിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ കയറ്റുമതി ചെയ്യപ്പെടുന്നതുകൊണ്ട് മാത്രം ഷിബിലി അറിയേണ്ടത് തോപ്പുംപടി മുതൽ അരൂര് മുതൽ മറ്റേ നമുക്കറിയാലോ കൊല്ലം വരെയുള്ള നീണ്ടകര വരെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ പീലിംഗ് ഷെഡുകളുണ്ട്. ഈ ഷെഡുകളിലുള്ള സാധാരണക്കാരായ ഡെയിലി ബേസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് ജോലി നഷ്ടപ്പെടും. അപ്പം ഇത്തരം മേഖലകളൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ബാധിക്കും. അതുപോലെ തന്നെ വെഹിക്കിളിൻ്റെ പാർട്ടുകൾ അത് 26% നമ്മൾ അമേരിക്കയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഓർഗാനിക് കെമിക്കൽസ്, ഇതുപോലെ സ്റ്റീലിൻ്റെ ഉൽപ്പന്നങ്ങൾ, മെഷീനറി ആൻഡ് അപ്ലയൻസസ്, ഇത്തരത്തിലുള്ള നിരവധി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇത് വലിയ തോതിൽ ബാധിക്കും. ഇത്തരം ഉൽപ്പന്നങ്ങളുടെയൊക്കെ കയറ്റുമതിയിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞു 30-35% ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വെച്ചിട്ടില്ല. ആ താരിഫ് വെക്കാത്ത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഏതൊക്കെയാണത്?
നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സൺ ഫാർമ, അതുപോലെ തന്നെ മറ്റേ റെഡ്ഡി ലാബോറട്ടറീസ്, ഇത്തരത്തിലുള്ള നിരവധി കമ്പനികൾ ഈ പേറ്റൻ്റ് ഇല്ലാത്ത ജനറിക് ആയിട്ടുള്ള മെഡിസിൻസ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയുടെ 40% മരുന്ന്, അതായത് 10 കുറിപ്പ് വരെ എഴുതിയാൽ 4 എണ്ണത്തിൽ നമ്മുടെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. ആ 4 എണ്ണത്തിൽ നമ്മുടെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അവർ വില കൂട്ടിയാൽ അവിടെയും അത് വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാക്കും. അതിനത് ബാധിക്കുന്നില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ സർവീസ് സെക്ടറിനെ പുള്ളി തൊട്ടിട്ടില്ല. സർവീസ് സെക്ടറിനെ തൊടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ടിം കുക്കൊക്കെ കൊടുത്തിട്ടുള്ള വലിയ ഒരു ട്രോഫി പോലെയുള്ള ലോഗോ, അതായത് 24 ക്യാരറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ആപ്പിൾ എന്ന് പറയുന്ന ഒരു ലോഗോ പുള്ളിക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ വെച്ചാണ് പുള്ളി ഇരിക്കണേ. അതുകൊണ്ട് അത്തരം കമ്പനികളെ ബാധിക്കുമെന്ന് വിചാരിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. ആ കുറവായതുകൊണ്ടാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് 86 ബില്യൺ നമ്മൾ എക്സ്പോർട്ടും 46 ബില്യൻ്റെ ഇമ്പോർട്ടും മാത്രം നടക്കുന്നത്. ആ ഇമ്പോർട്ട് നടക്കുന്നതിൽ ഇപ്പോൾ ആൽമണ്ട് പോലെയുള്ള നിരവധി സാധനങ്ങളുണ്ട്. അതുപോലെ ഇതിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയും US തമ്മിലുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ ട്രേഡ് വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഹരീഷ് ദാമോദരൻ എന്ന് പറയുന്ന ഒരാൾ ഓഗസ്റ്റ് 7, 2025 വലിയൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പോർട്ട് നമ്മൾ ഇമ്പോർട്ടും ഒക്കെ തന്നെ ട്രേഡ് വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഈ ആൽബണ്ടിൻ്റെയൊക്കെ കേസിൽ യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി അമേരിക്ക സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ 1980കളിൽ അമേരിക്ക സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹം അവിടെ നിന്നൊരു കോഫി കഴിക്കാൻ നിൽക്കുമ്പോൾ കുറേ എന്ത് ചെയ്തു, നട്ട്സ് വെച്ചിരിക്കുന്നു, ഈ ട്രീ നട്ടുകളൊക്കെ. അപ്പോൾ അതിൽ ഈ പറയുന്ന ആൽമണ്ട് ഉണ്ട്. ആൽമണ്ട് എടുത്ത് കഴിച്ച് വെച്ചപ്പോൾ അവിടുത്തെയുള്ള പ്രസിഡന്റ് ചോദിച്ചു എന്നാണ് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ കർഷകർക്ക് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് ഈ ആൽമണ്ട് വിൽക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്? അന്ന് മുതൽ കൊടുത്തു തുടങ്ങിയ പെർമിഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി അപഗ്രഥിക്കാതെ നമ്മളിവിടെ ഇരുന്നിട്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇതെല്ലാം തന്നെ വളരെ എളുപ്പമാണ്, ട്രംപിന് ഇത് ബുദ്ധിമുട്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ ട്രംപിന് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ട്രംപിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. അദ്ദേഹം ഇവിടെ നിന്നുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടില്ല. അതായത് ഒരു 70% പ്രൊഡക്റ്റുകൾക്ക് മാത്രമേ ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുള്ളൂ. അതെല്ലാം തന്നെ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി കൂടാതെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികളെല്ലാം തന്നെ അമേരിക്കയിൽ വന്ന് പ്രൊഡ്യൂസ് ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ ഒരു പ്രത്യേകതയുണ്ട്, അവിടെയുള്ള 80% വരുന്ന ആളുകൾ വർക്ക് ചെയ്യുന്നത് മുഴുവൻ സർവീസ് ഇൻഡസ്ട്രിയിലാണ്. അവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇല്ല. 86% അവിടുത്തെ സർവീസ് ഇൻഡസ്ട്രിയാണ്. മനസ്സിലായി? 80% സർവീസ് ഇൻഡസ്ട്രിയാണ്. അത് തന്നെ 86% വരുന്ന ജനങ്ങൾ കണക്റ്റഡ് ആണ് ആരായിട്ട്, ഈ സർവീസ് ഇൻഡസ്ട്രിയുമായിട്ട്. ബാക്കിയുള്ള ജനങ്ങൾക്ക് മാത്രമേ മാനുഫാക്ചറിങ് ഹബ്ബുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലികളുള്ളൂ. ആ മാനുഫാക്ചറിങ് ഹബ്ബുകളൊക്കെ മറ്റു പല രാജ്യങ്ങളിലുമാണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം ആപ്പിൾ ഫോണിന് ഇതുപോലെ ടാക്സ് അവർ എന്ത് ചെയ്തിട്ടില്ല. ആപ്പിളിൻ്റെ ഫോണിൻ്റെ, അതായത് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന 44% ഫോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന ഇന്ത്യയിലാണ്. അതിന് ടാക്സ് പുള്ളി വെച്ചിട്ടില്ല. അപ്പം വളരെ കൃത്യമായി ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുന്ന, ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യങ്ങളെ മാത്രമാണ് ട്രംപ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അവിടെയും പ്രശ്നങ്ങളുണ്ട്, അവിടെയും സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല നിരവധി രാജ്യങ്ങളിൽ ടാക്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട്. പക്ഷേ ഇതുകൊണ്ട് നാളെ ട്രംപ് അങ്ങോട്ട് ഉരുകിപ്പോകും. ട്രംപ് നമ്മളെ പേടിച്ച് അവർക്കെതിരെയും ടാക്സ് എന്ത് ചെയ്യാം, തിരിച്ച് അവർക്കെതിരെയും ടാക്സ് ഇമ്പോസ് ചെയ്യാം, താരിഫ് ഇമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മോദി ഒന്നും അത് ചെയ്യാൻ പോകില്ല. കാരണം ഒരു പ്രധാനമന്ത്രിക്കും അത് ചെയ്യാൻ പോകില്ല. കാരണം പ്രധാനമന്ത്രി ഇതുവരെ ട്രംപിൻ്റെ കേസിൽ ട്രംപ് അവിടെ നിന്ന് 26 തവണ ഞാൻ പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ട്രംപിനെ എടുത്തുകൊണ്ട് ട്രംപ് പറയുന്നത് കള്ളമാണെന്നോ തെറ്റാണെന്നോ പറയാൻ തയ്യാറായിട്ടില്ല. കാരണം അത്തരത്തിലുള്ള ഒരു പ്രൊവക്കേഷൻ പോകാൻ പറ്റില്ല. രാജ്നാഥ് സിംഗ് ഇന്നലെ വന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾ ലോകത്തിൽ അവർ വലിയ പോലീസാണ്, അവരുടെ കാര്യത്തിലാണ് എല്ലാം നടക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് അത്തരത്തിലുള്ള അസൂയ ആളുകൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്നിട്ട് പോലും അമേരിക്കയുടെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ ട്രംപിൻ്റെയോ ഒന്നും പേര് പറയാൻ തയ്യാറായിട്ടില്ല. കാരണം ട്രംപ് വിചാരിച്ചാൽ ഇനിയും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ടാക്സ് കൂടെ ഇമ്പോസ് ചെയ്യുന്നു വെച്ചോ, ട്രംപ് നാളെ ഇവിടെയുള്ള ഈ പറയുന്ന നമ്മുടെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും അടക്കമുള്ള നിരവധി സോഫ്റ്റ്വെയർ കമ്പനികളിൽ നമ്മുടെ വൈറ്റ് കോളർ ജോലികൾ ചെയ്യുന്ന കമ്പനികളെല്ലാം തന്നെ 70-80% ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആരെയാണ്?
സിലിക്കൺ വാലിയിലും അതുപോലെ തന്നെ അമേരിക്കയിലുള്ള വലിയ കോർപ്പറേറ്റ് ജൈൻസ് ആണ്. ഇവിടെ ബാക്ക് എൻഡ് വർക്കുകൾ ചെയ്യുന്ന എന്തോരം ആളുകളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ എടുക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ നഷ്ടം പിന്നെയും കൂടും. അതുകൊണ്ട് ഇവിടെയുള്ള റോട്ടിൽ കൂടി നടക്കുന്ന ആളുകൾക്ക് എന്തും പറയാം. അതുപോലെ മോദി പോലും പറയില്ല. സാർ ഇവിടെ വിശദീകരിച്ചു എത്ര വലിയ പ്രശ്നമാണ് നമ്മളെ ബാധിക്കാന്നുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല, അത് എങ്ങനെയാണ് നമുക്ക് സാധിക്കുക പരിഹാരം? അല്ല, ഇതിനിപ്പം നമ്മൾ നരേന്ദ്രമോദിയോടൊപ്പം നമ്മളെല്ലാവരും തന്നെ ഉറച്ചു നിൽക്കുകയും ഇതിനെ നേരിടുകയും ചെയ്യണം. വേറെ വഴിയൊന്നുമില്ല നമ്മുടെ മുമ്പിൽ. പിന്നെ ഷിബിലി പറഞ്ഞ പോലെ ഇതിൻ്റെ പരിഹാരം 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അമേരിക്ക നമ്മളെ കൈവിട്ടിരിക്കുന്നത് കൊണ്ട് അതിപ്പോൾ നരേന്ദ്രമോദി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. 6 കൊല്ലത്തിന് ശേഷം ഏറ്റവും ആദ്യമായിട്ട് ചൈനയിലേക്ക് പോകുന്നു. കാരണം ചൈന ഒരിക്കലും നമ്മുടെ മിത്രമായിരുന്നില്ല. നമ്മുടെ അക്സായ് ചാൻ മരുഭൂമി അടക്കമുള്ള നിരവധി പ്രദേശങ്ങൾ മാറ്റുകയും നമ്മുടെ പല പ്രദേശങ്ങളും ഇപ്പോഴും കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും 5 ഫിംഗേഴ്സ് എന്നൊക്കെ പറയുന്ന അരുണാചൽ പ്രദേശ് അടക്കം അവരുടെയാണെന്ന് പറയുകയും ചെയ്യുന്നതാണ് ചൈന എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വേറെ വഴികളില്ലാത്തതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട്, നമുക്ക് ശാക്തിക ബലാബലത്തിൽ വലിയ വ്യത്യാസം വരുന്നു. പണ്ട് നമ്മൾ USSR ആയിരുന്നപ്പോൾ, അതായത് യുണൈറ്റഡ് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ നമ്മൾ അവരുടെ ഒപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അമേരിക്കയെ പോലെ തന്നെ വലിയ ശക്തിയായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിനോട് കടപിടിക്കാവുന്ന ഒരു രാജ്യം ചൈനയാണ്. അപ്പോൾ ചൈനയും റഷ്യയുടെയും ഒരു അച്ചുതണ്ടിലേക്ക് ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ശാക്തിക ബലാബലത്തിൽ ലോകത്ത് വലിയ മാറ്റം ഉണ്ടാകുന്നു. അത് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, നമ്മളതിന് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇത്രയൊന്നും താരിഫ് ഇല്ലാത്ത പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുക. അത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ഒരു ബൈയിങ് പവർ കൂടുതൽ അമേരിക്കൻസിനാണ്. പെർ ക്യാപിറ്റ ഇൻകവും പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചറും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ജനത വലിയ ഉയരങ്ങളിലാണ്. അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് അവിടെ നിൽക്കുന്നു. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രൈസിസുകൾ എന്ന് പറയുന്നത്, പ്രതിസന്ധികൾ എന്ന് പറയുന്നത്, നമ്മളതിൻ്റെ റിയാലിറ്റി ആയിട്ട് കാണണം. ഇത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ വെറുതെ ഇതുകൊണ്ട് ട്രംപ് കഞ്ഞുകൂടി മുട്ടും, ട്രംപ് പട്ടിണി കിടന്ന് മരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കളയുന്നത്. ഇത് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ അതിനെ വെല്ലുവിളിയോടുകൂടി നേരിടാൻ ഇതിനു മുമ്പ് ഭരണാധികാരികൾ തയ്യാറായിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. 1960കളിൽ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ഷിപ്പ് ടു മൗത്ത് എന്ന് പറയുന്ന ഒരു ഇക്കോണമി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ നിന്ന് ഷിപ്പിൽ ധാന്യവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഭക്ഷണം കഴിക്കാൻ പറ്റൂ. പണ്ടൊക്കെ ഇവിടുത്തെ അംഗൻവാടികളിലേക്കൊക്കെ പോലും ഈ അമേരിക്കയിൽ നിന്നുള്ള പാൽപ്പൊടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വന്നിരുന്നു നിങ്ങൾ ആലോചിക്കണം. ഏതാണ്ട് ആ കാലത്ത്. അപ്പോൾ അതിനു മുമ്പ്, കുറച്ചുകൂടി മുമ്പ്, അപ്പോൾ 1960കളിൽ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ അമേരിക്കയുടെ 36ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ലിൻഡൻ ബി ജോൺസൺ ഇന്ത്യയിലെ ജനസംഖ്യ വർധനവിൻ്റെ തീവ്രത കുറയ്ക്കണമെന്നും ജനസംഖ്യ കുറയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പണി ചെയ്തു. ഇന്ത്യയിലേക്കുള്ള ഇത്തരത്തിൽ അവിടെ നിന്ന് വരുന്ന ഷിപ്പുകൾ അദ്ദേഹം വൈകിപ്പിച്ചു. ഈ വൈകിപ്പിച്ചപ്പോഴാണ് ഷിബിലി ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് മനസ്സിലായി. ഇന്ദിരാഗാന്ധി വളരെ കൃത്യമായിട്ട് ഉണർന്നെണീക്കുകയും അവർ ഈ പറയുന്ന ഇന്ത്യയിൽ ഒരു ഗ്രീൻ റവല്യൂഷൻ നടപ്പിലാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ഇന്ത്യ വലിയ ബഹുമതികൾ കൊടുത്ത് ആദരിച്ച അദ്ദേഹം ഒരു റവല്യൂഷൻ നടപ്പിലാക്കി. ആ റവല്യൂഷൻ നടപ്പിലാക്കിയപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വയം പര്യാപ്തത നേടിയത് ഭക്ഷ്യധാന്യത്തിൻ്റെ കാര്യത്തിൽ. അതായത് അന്ന് ഹൈബ്രിഡ് വിത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ സമരം പൊട്ടിപ്പുറപ്പെട്ടു. ആ സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് 18,000 ടണ്ണിൻ്റെ ഹൈബ്രിഡ് വിത്തുകളാണ് ഡെമോൺസ്ട്രേഷന് വേണ്ടി മാത്രം, അതായത് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി മാത്രം കൃഷി ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത്. അതുകൊണ്ട് എന്ത് പറ്റി? ഇന്ത്യ സ്വയം പര്യാപ്തം ആയി. ഈ സ്വയം പര്യാപ്തം ആയതുകൊണ്ടാണ് നിങ്ങളോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇതിന് ശേഷം വരുന്ന പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്നത്. ആ റിച്ചാർഡ് നിക്സൺ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബംഗ്ലാദേശ് ഊഹിക്കുന്ന യുദ്ധമുണ്ടായപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, 7ാം കപ്പൽപ്പടയെ ഞങ്ങൾ എന്ത് ചെയ്യും, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്നത്, അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെറും കൈയോടെ നിങ്ങൾ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ പറയാനുള്ള ആർജവവും ഒക്കെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയത് ഇത്തരത്തിലുള്ള ഗ്രീൻ റവല്യൂഷൻ എന്നാണ്. നമ്മൾ ഇനി അത്തരത്തിലുള്ള നിരവധി റവല്യൂഷനുകൾക്ക് തുടക്കമിടണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബ്ലൂംബർഗിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് 35 മിനിറ്റ് ഈ പറയുന്ന കഴിഞ്ഞ ജൂലൈ 17-ാം തീയതി ട്രംപും മോദിയുമായിട്ട് സംസാരിച്ചുവെന്നും ആ മോദിയുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഇവർ ഏതാണ്ട് ഉടക്കിപ്പിരിയാണ് ചെയ്തിട്ടുള്ളതെന്നും ഒരു കാരണവശാലും ഈ കാശ്മീർ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കാര്യത്തിൽ ഒരു മീഡിയേഷൻ അനുവദിക്കില്ല എന്നുള്ളതും ഇന്ത്യൻ പ്രധാനമന്ത്രി അസർട്ടീവായി കാറ്റഗോറിക്കലി പറഞ്ഞു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നെഗോഷിയേഷൻ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മോദി ചൈനയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ആ ഗ്രീൻ റവല്യൂഷൻ ഒക്കെ നടന്നതിൽ നിന്ന് നമ്മൾ നിരവധി പുറകോട്ട് പോയിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ ഒരു ഒറ്റ എക്സാമ്പിൾ മാത്രം പറയാം. അതായത്
ഏതാണ്ട് വാജ്പേയിയുടെ ഒക്കെ കാലത്താണ് നമ്മൾ ഈ പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡുകൾ വേണം എന്ന് പറഞ്ഞത്. നമ്മൾ പക്ഷേ ആ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡുകൾ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടായിരുന്നു ഇവിടെ. BT വഴുതന, BT ഈ പറയുന്ന തക്കാളി എന്നൊക്കെ പറയുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് 2002, 2013 കാലഘട്ടത്തിൽ നമ്മുടെ കോട്ടൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2013 വരെയുള്ള കാലഘട്ടങ്ങളിൽ കോട്ടൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പെർ ഏക്കറിന്, അതായത് പെർ ഏക്കറിന് എന്ന് പറയുന്നത് 566, അതായത് 302 കിലോഗ്രാം ആയിരുന്നത് ഷിബിലി അറിയേണ്ടത് 566 കിലോഗ്രാം ആയിട്ട് കൂടി എന്ന് പറഞ്ഞാൽ വലിയ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഡീക്കേഡിൽ മാത്രം കർഷകർക്ക് 8% വരുന്ന റവന്യൂ കൂടി എന്ന് പറഞ്ഞാൽ പെർ ഇയർ. ഞാൻ പറഞ്ഞ ഒരു കൊല്ലമല്ല, പെർ ഇയറിലേക്ക് 8% എന്ന് പറഞ്ഞാൽ ഒരു 18 കൊല്ലം 8% വീതം അവർക്ക് കൂടി. ആ കോട്ടൻ്റെയൊക്കെ ഈൽഡ്, അതായത് പെർ ഏക്കറിൽ നിന്ന് കൃഷി ചെയ്യുന്ന, പെർ ഹെക്ടറിൽ നിന്ന് കൃഷി ചെയ്യുന്ന ഈ ഈൽഡ് ഇതുപോലെ കൂടിയത് ഇപ്പോൾ വീണ്ടും 436 കുറഞ്ഞേക്കാണ്. എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്നുള്ള വിളവ് നമുക്ക് കുറഞ്ഞു. നമ്മളിത് എന്തുകൊണ്ടാണെന്നുള്ളത് ആലോചിക്കണം. ഇത് പറയുമ്പോൾ ഈ കോട്ടൻ്റെ ലോകത്തുള്ള ഈൽഡ് എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് ചൈനയുടെ ഈൽഡ് എത്രയാണെന്ന് വെച്ചാൽ പെർ ഹെക്ടറിന് 1945 കിലോഗ്രാമാണ്. ഇന്ത്യയുടെ എത്രയാണ്? 466. നമുക്ക് 566 ഉണ്ടായിരുന്നു, അത് കുറഞ്ഞ് 436 ഇപ്പോൾ കുറഞ്ഞു. 466 ഇല്ല, 436 കുറഞ്ഞു പെർ ഹെക്ടറിന്. ഇനി ബ്രസീലിൻ്റെ പെർ ഹെക്ടറിന് എത്രയാണെന്നറിയോ? 1839 കിലോഗ്രാമാണ്. ഇനി ലോകത്തിലെ തന്നെ എല്ലാ ആവറേജ്, അതായത് പാകിസ്ഥാൻ അടക്കം ഇതുപോലെ കൃത്യമായിട്ട് കൃഷി ചെയ്യാത്ത രാജ്യങ്ങളിലടക്കം ആവറേജ് എടുത്തു വെച്ചാൽ പോലും പെർ ഹെക്ടറിൽ നിന്നുള്ള കോട്ടൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 770 കിലോഗ്രാമാണ്. അതിൻ്റെ 2/3 നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ മേഖലകളിൽ പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ പറയാം. 200 ബില്യൺ ഹെക്ടറിൽ ഇന്ത്യ അഗ്രികൾച്ചർ ലാൻഡ് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ അതിൽ നിന്നുള്ള വിളവ് എത്രയാണെന്ന് വെച്ചാൽ 332 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസ് ആണ്. 332 മില്യൺ ഫുഡ് ഗ്രെയിൻസ്. നമ്മൾ 200 കേട്ടോ ചെയ്യണം, 200 ബില്യൺ ഹെക്ടറിലാണ്. ചൈന ചെയ്യുന്നത് 156 ബില്യൺ ഹെക്ടറിലാണ്. അതായത് 200 അടുത്തില്ല, നമ്മുടെ 4/3 ഭാഗം അവർ ചെയ്യുന്നുള്ളൂ. പക്ഷെ അവരുടെ ഈൽഡ് എത്രയാണെന്നറിയാം? അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 776 മില്യൺ ടൺ ഫുഡ് ഗ്രെയിൻസ് ആണ്. ഇന്ത്യക്ക് 332, ചൈനക്ക് 776 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനേക്കാൾ ഇരട്ടിയിലധികം അവർ കൃഷി ചെയ്യാണ്. അപ്പോൾ ഇത്തരം മേഖലകളിൽ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന അപ്പോൾ ആളുകൾ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പുതിയ തോതിൽ കണ്ടുപിടിക്കുന്ന സീഡ്സൊക്കെ തന്നെ നമ്മുടെ ജനത്തിനും നമ്മുടെ ആളുകളും ഒക്കെ വളരെയധികം എതിർക്കുന്നൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ എതിർക്കുമ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഡിബിൾ ഓയിൽസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ, ഫുഡ് ഗ്രെയിൻസ് അടക്കമുള്ള കാര്യങ്ങൾ ജനറ്റിക്കലി മോഡിഫൈഡ് മറ്റ് രാജ്യങ്ങളിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഈൽഡ് വിളവ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടെ നമുക്കത് കൃഷി ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ വേറെ എവിടെന്നെങ്കിലും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എത്ര അബദ്ധമാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഒന്നില്ലെങ്കിൽ അവരുടെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കരുത്, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ അത് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അതിൻ്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ 3 സ്റ്റെപ്സ് എടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ കൃത്യമായി മറികടക്കാൻ കഴിയൂ. ഇതിൽ തന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ സോയാബീൻ ഓയിൽ, ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ എഥനോള്, കോട്ടൺ, ഇതൊക്കെ തന്നെ നമ്മൾ US, കാനഡ, മെക്സിക്കോ, ഇതുപോലെ അർജന്റീന, കൊറിയ ഇത്തരത്തിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നിരവധി കാര്യങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ജനത്തിന് അത് കാര്യകരമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇമ്പോർട്ട് നിർത്തണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്യണം. സാർ ഇപ്പം പറഞ്ഞു ഇന്ത്യക്ക് മേൽ ഇത്രയും ടാക്സ് ഏർപ്പെടുത്തൊരു കാരണം ട്രേഡ് ഡെഫിസിറ്റ് ആണെന്ന്. അപ്പോൾ എവിടെയൊക്കെയാണ് അമേരിക്ക ഏറ്റവും ട്രേഡ് ഡെഫിസിറ്റും അതുപോലെ ട്രേഡ് ഇതുള്ളത്? അല്ല ഷിബിലി, ഞാനങ്ങനെ പറഞ്ഞില്ല. ട്രേഡ് ഡെഫിസിറ്റ് മാത്രമല്ല കാരണം, മറ്റു പല കാര്യങ്ങളുണ്ട്. പിന്നെ അമേരിക്കയുമായിട്ട് ബിസിനസ് ചെയ്യുന്ന 15 രാജ്യങ്ങളിൽ ഏതാണ്ട് 13 രാജ്യങ്ങളിലും അമേരിക്കക്ക് ട്രേഡ് ഡെഫിസിറ്റ് തന്നെയാണ് ഉള്ളത്.
മനസ്സിലായോ? ട്രേഡ് സർപ്ലസ് ഉള്ള ആകെ 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് UK യും ഒന്ന് നെതർലൻഡ്സും മാത്രമാണ്. UK യിൽ നിന്ന് ഏതാണ്ട് $15 ബില്യൺ നെതർലാൻഡ്സിൽ നിന്ന് ഒരു ഈ പറയുന്ന പോലെ വലിയ പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഉണ്ട്. അത് രണ്ടും ഒഴിച്ചു വെച്ചാൽ ബാക്കിയുള്ള സ്ഥലത്ത് നിന്നെല്ലാം ട്രേഡ് ഡെഫിസിറ്റ് ആണ്. പക്ഷെ ആ ട്രേഡ് ഡെഫിസിറ്റ് ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് ആരായിട്ടാണെന്ന് അറിയാമോ? അത് ചൈനയായിട്ടാണ്. ആദ്യത്തെ 15 രാജ്യങ്ങളിൽ 10ാമത്തെ രാജ്യമേ ഇന്ത്യ വരുന്നുള്ളൂ. ലോകത്ത് ഇന്ത്യ ട്രേഡ് അമേരിക്ക ട്രേഡ് ചെയ്യുന്ന 10ാമത്തെ രാജ്യമേ നമ്മൾ വരുന്നുള്ളൂ. 15 രാജ്യങ്ങൾ എടുത്തു വെച്ചാൽ $700 ബില്യൺ അവരുടെ ട്രേഡ് ഡെഫിസിറ്റ്. അതിൽ തന്നെയുള്ള $300 ബില്യൺ ആരുടേതാണെന്നറിയോ? ചൈനയായിട്ടുള്ള ട്രേഡാണ്. മനസ്സിലായോ? അതായത് ചൈനക്ക് ഇപ്പോൾ വീണ്ടും കുറച്ചു കൊടുത്തേക്കാണ്. 130 എന്ത് ചെയ്തിട്ടുണ്ട്, തീരുവ കുറച്ചിട്ടുണ്ട്. ഇനി ചൈന ഈ രാജ്യത്ത് മുഴുവൻ വലിയ തോതിൽ ട്രേഡിലൂടെ ലാഭം ഉണ്ടാക്കുന്നത് ചൈനയാണ്. കാരണം ചൈനയുടെ ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള സർപ്ലസ് കൂടുതൽ എന്ന് പറയുന്നത് പ്ലസ് എന്ന് പറയുന്നത് $1 ട്രില്യൺ $1 ട്രില്യൺ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഉള്ള ട്രേഡ് സർപ്ലസും ഡെഫിസിറ്റും മാത്രമല്ല പ്രശ്നം, മറ്റ് നിരവധി പ്രശ്നങ്ങൾ കൂടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഷിബിലിയോട് പറയാം. ഇതിൽ ഇപ്പം രാജ്നാഥ് സിംഗ് പറഞ്ഞതിൻ്റെ പിന്നിലും ചില കാര്യങ്ങളുണ്ട്. കാരണം ഇന്ത്യയുടെ ഇക്കോണമി എന്ന് പറയുന്നത് വലിയ തോതിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു 6 to 8% ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ് വേൾഡ് ബാങ്ക് തന്നെ പറയുന്നത്. ഓക്കെ, 6% നമുക്ക് ഏറ്റവും കുറഞ്ഞ കൂട്ടാം, 8%, 8.15% വരെ ചില സമയത്ത് ഗ്രോത്ത് വരുന്നുണ്ടെന്ന് പറയണം. ജപ്പാന്റെ ഇക്കോണമി ഗ്രോ ചെയ്യുന്നത് 1.68% ആണ്. അതേസമയം ജർമ്മനിയുടേത് 0.27 ആണ്. എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രോ ചെയ്യുന്നുള്ളൂ. അതേസമയം ചൈനയുടെ ഗ്രോ ചെയ്യുന്നത് 5.27 ആണ്. ഇനി അമേരിക്കയുടെ ഗ്രോ ചെയ്യുന്നത് 2.69 ആണ്. എന്ന് പറഞ്ഞാൽ 2.69 3% പോലും ഗ്രോത്ത് ആർക്കില്ല, US ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി അവരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ പറഞ്ഞതാണ് വസ്തുതകൾ. അല്ലാതെ വെറുതെയുള്ള തള്ളുകൊണ്ട് മാത്രം നമുക്കൊന്നും നേടാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്.